الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. സൂറത്തുൽ അംഫാലിലെ 12ാമത്തെ സൂക്തമാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذ يوحي ربك إلى الملائكة أني معكم فثبتوا الذين آمنوا سألقي في قلوب الذين كفروا الرعب فاضربوا فوق الأعناق واضربوا منهم كل بنان. ഇത് യൂഹി റബ്ബുക, നിന്റെ രക്ഷിതാവ് ദിവ്യബോധനം നൽകിയ സന്ദർഭവും സ്മരിക്കേണ്ടതുണ്ട്. ഇലൽ മലായിക്കത്തി, മലക്കുകളിലേക്ക്. അന്നീ, തീർച്ചയായും ഞാൻ മഅക്കും, നിങ്ങളുടെ കൂടെയുണ്ട്. ഫസബ്ബിത്തുല്ലദീന ആമനു, ഫസബ്ബിത്തു ആയതിനാൽ നിങ്ങൾ സ്ഥിരപ്പെടുത്തുക, സ്ഥൈര്യം നൽകുക. അല്ലദീന ആമനു, വിശ്വസിച്ചവർക്ക്. സഉൽഖി, ഞാൻ ഇടുന്നുണ്ട്, നിക്ഷേപിക്കുന്നുണ്ട്. ഫീ ഖുലൂബില്ലദീന കഫറു, നിഷേധിച്ചവരുടെ മനസ്സുകളിൽ അർറുഅബ, പേടി. ഫദ്രിബു ഫൗഖൽ അഅനാഖ്, ഫദ്രിബു ആയതിനാൽ നിങ്ങൾ വെട്ടുക. ഫൗഖൽ അഅനാഖ്, കഴുത്തുകളുടെ മീതെ. വദ്രിബു മിൻഹും, അവരിൽ നിന്ന് നിങ്ങൾ വെട്ടുക. കുല്ല ബനാൻ, എല്ലാ വിരലുകളെയും അല്ലെങ്കിൽ എല്ലാ സന്ധികളെയും. ഒന്നുകൂടെ അർത്ഥം പറയാം. ഇത് യൂഹി റബ്ബുക ഇലൽ മലായിക്കത്തി, നിന്റെ രക്ഷിതാവ് മലക്കുകളിലേക്ക് വഹയ് നൽകിയ സന്ദർഭം. അങ്ങനെ സന്ദർഭം എന്ന് പറഞ്ഞാൽ എന്താ? അത് ഓർമ്മയിൽ വരണം, അത് സ്മരിക്കണം. അന്നീ മഅക്കും, തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന്. ഫസബ്ബിത്തുല്ലദീന ആമനു ആയതിനാൽ നിങ്ങൾ വിശ്വാസികൾക്ക് സ്ഥൈര്യം നൽകുക, അല്ലെങ്കിൽ അവരെ സ്ഥിരപ്പെടുത്തി നിർത്തുക. സബ്ബിത്തു. സഉൽഖി ഫീ ഖുലൂബില്ലദീന കഫറു റുഅബ, കാഫിറുകളുടെ, നിഷേധിച്ചവരുടെ മനസ്സിൽ നാം ഇടുന്നുണ്ട് അർറുഅബ, റുഅബ്, പേടി. ഫദ്രിബു ഫൗഖൽ അഅനാഖി, ഫദ്രിബു നിങ്ങൾ ആയതുകൊണ്ട് നിങ്ങൾ വെട്ടുക. ഫൗഖൽ അഅനാഖി, കഴുത്തുകളുടെ മീതെ. വദ്രിബു മിൻഹും കുല്ല ബനാൻ, എല്ലാ വിരലുകളും വെട്ടിക്കളയുക, അല്ലെങ്കിൽ എല്ലാ സന്ധികളെയും വെട്ടുക. ബദർ യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ സഹായത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. കഴിഞ്ഞ സൂക്തത്തിലും അതിൻ്റെ മുമ്പുള്ള ഈ 10-11 സൂക്തത്തിലും ഈ വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വിശദീകരണമാണ് അള്ളാഹുവിൻ്റെ സഹായം ഏതൊക്കെ തരത്തിലാണ് ബദർ യുദ്ധത്തിൽ വിശ്വാസികളെ തുണച്ചത് എന്നതാണ് സൂചിപ്പിക്കുന്നത്. 10ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറഞ്ഞു വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ എന്ന് പറഞ്ഞു. അള്ളാഹു അല്ലാതെ സഹായിക്കുകയില്ല, അള്ളാഹുവിൻ്റേതല്ലാതെ സഹായമില്ല എന്ന് പറഞ്ഞു. 11ാമത്തെ ആയത്തിൽ മഴ വർഷിപ്പിച്ചതിനെ സംബന്ധിച്ച് പറഞ്ഞത് എങ്ങനെ സഹായകരമായി എന്നതും നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മഴ വർഷിപ്പിച്ചതിൻ്റെ ഫലമായി അവർക്ക് ലഭിച്ച ആത്മവിശ്വാസം, അവർക്ക് കുളിക്കുവാനും കുടിക്കുവാനും വുളൂ ചെയ്യുവാനും അതുപോലെ മനസ്സിനൊരാശ്വാസം ലഭിക്കുവാനും കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുവാനുമൊക്കെ അത് സഹായകമായി എന്ന് പറഞ്ഞു. ഇനി അള്ളാഹു മലക്കുകളെ ഇറക്കിയതിനെ സംബന്ധിച്ചാണ്. ബദർ യുദ്ധത്തിൽ അള്ളാഹു മലക്കുകൾ ഇറക്കി. ഉഹദ് യുദ്ധത്തിൻ്റെ കാര്യത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. ഹുനൈൻ യുദ്ധത്തിൻ്റെ വിഷയത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമയെ ജിബ്രീൽ അലൈഹിസ്സലാമയെ പറഞ്ഞയച്ചുകൊണ്ട് സഹായിച്ച വിഷയം സൂറത്ത് അൽ ബഖറയിൽ നമ്മൾ പഠിച്ചു, സൂറത്തുൽ മാഇദയിലും.
വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദുസ് തിൽക റുസുലു ഫളൽനാ ബഅലഹും അലാ ബഅലി മിൻഹും മൻ കല്ലമല്ലാഹ് വറഫഅ ബഅലഹും ദറജാത്തിൻ വആതൈനാ ഈസാ ഇബ്ന മറിയമൽ ബയ്യിനാതി വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദുസ്. റൂഹുൽ ഖുദുസ് അതാരാ റൂഹുൽ ഖുദുസ്? ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമയെ പറഞ്ഞയച്ചുകൊണ്ട് പല നിർണായക സന്ദർഭങ്ങളിലും അല്ലാഹു തആല ഈസാ നബി അലൈഹിസ്സലാമയെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി തന്നെ സൂറത്തു തൗബയിലെ ഹുനൈൻ യുദ്ധത്തിനെ നിരൂപണം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുമ്പോൾ അയ്യദഹു ബി ജുനൂദിൻ ലം തറൗഹ, സൂറത്തു തൗബയിലെ ആ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടുണ്ട്. അതേമാതിരി ഖന്തഖ് യുദ്ധത്തെ സംബന്ധിച്ച് സൂറത്തു അഹ്സാബിൽ ഫഅർസൽനാ അലൈഹിം റീഹൻ വ ജുനൂദൻ ലം തറൗഹ, കാറ്റിനെ ഖന്തഖ് യുദ്ധത്തിൽ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നല്ലോ ഖന്തഖ് യുദ്ധം നടന്നത്, കിടങ്ങ് കയറിയ യുദ്ധം. അതിൽ കാറ്റിനയച്ച് 1 മാസത്തോളം മദീനയെ ഉപരോധിച്ചുകൊണ്ട് കിടങ്ങിന് പുറത്തവർ കാത്തിരുന്നു. ഇവർ പിന്തിരിഞ്ഞു പോകുന്നതിന് വേണ്ടി ചില തന്ത്രങ്ങളൊക്കെ ചില സഹാബിമാർ പയറ്റിയിട്ടുണ്ട്. അതോടൊപ്പം അള്ളാഹു നേർക്ക് നേരെ കാറ്റും മഴയും അയച്ചുകൊണ്ട് അവരുടെ ടെൻറ്റുകൾ തമ്പുകളൊക്കെ പാറിപ്പിച്ച് അവരെ വല്ലാതെ കാറ്റൊക്കെ കണക്കിലേറെ വന്നാൽ പേടിക്കും. നമ്മൾ യൂട്യൂബിലൊക്കെ ചില ക്ലിപ്പുകൾ കണ്ടിട്ടില്ല, അതിൻ്റെ കാറുകളൊക്കെ പറന്നു പോകാൻ മാത്രം, പിന്നെണ്ടോ തമ്പടിച്ചത് പറക്കാൻ. അങ്ങനെ അതിലും അല്ലാഹു തആല സഹായിച്ച വിവരം സൂറത്തു അഹ്സാബിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. അപ്പം മലക്കുകളെ അയച്ചുകൊണ്ട് വിശ്വാസികളുടെ നിർണായകമായ പല സന്ദർഭങ്ങളിലും അള്ളാഹു സഹായിക്കും. നമ്മളിങ്ങനെ അള്ളാഹിൻ്റെ പള്ളിയിൽ ഖുർആൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചും പറഞ്ഞും വിശദീകരിച്ചിരിക്കുമ്പോൾ മലക്കുകളുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നു. ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മലക്കുകൾ നേരത്തെ അള്ളാഹുവിനോടൊരു സംശയം പറഞ്ഞില്ല, അവർ ചോര ചിന്തൂല്ലേ, ഒരു കുഴപ്പമുണ്ടാക്കൂലേ ഭൂമിയിൽ എന്ന് പറഞ്ഞ സൂറത്ത് അൽ ബഖറയിൽ. അപ്പോൾ അല്ലാഹു തആല മലക്കുകളോട് ഇങ്ങനെ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഒത്തുകൂടുന്നവരെ സംബന്ധിച്ച് അള്ളാഹു മലക്കുകളോട് പറയുന്ന, ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് നിങ്ങൾ, നമ്മളുടെ പേരെടുത്ത് കണ്ട് അള്ളാഹ് മലക്കുകളോട് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അതിനേക്കാളും വലിയൊരു ഭാഗ്യം വേറെ ലഭിക്കാനുണ്ടോ? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഉത്തമനായ ഖുർആനിൽ മുഴുകുന്ന സഹാബിയാണ്, അദ്ദേഹത്തിൽ നിന്ന് ഖുർആൻ പഠിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരിക്കൽ പറഞ്ഞു ഉബയ്യ് റളിയല്ലാഹു അൻഹുവിനോട്, ഉബയ്യെ, നിങ്ങൾക്ക് ഖുർആൻ കേൾപ്പിച്ചു തരണമെന്ന് അള്ളാഹ് എന്നോട് പറഞ്ഞിരിക്കണം. ഉബയ്യ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അങ്ങേക്ക് ഖുർആൻ ഓതി കേൾപ്പിച്ച് തരണമെന്ന് അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അടുത്ത സുഹൃത്തായ ഉബയ്യ് റളിയല്ലാഹു അൻഹു ചോദിക്കുക, എൻ്റെ പേര് പറഞ്ഞിരിക്കണം, എൻ്റെ പേരല്ല പറഞ്ഞു. ആ അങ്ങയുടെ പേര് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഉബയ്യ് റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് അങ്ങോട്ട് കരഞ്ഞു. അല്ലാഹ് പേരെടുത്ത് പറയാണേ. അങ്ങനെ നമ്മളുടെ പേരൊക്കെ അല്ലാഹു തആല മലക്കുകളോട് പറയുന്നവരിൽ ഉൾപ്പെട്ടതല്ല, അതിൽ പരമൊരു ഭാഗ്യം പ്രിയമുള്ളവരെ നമുക്ക് വേറുണ്ടോ? ഈ ഒരു സദസ്സ് എന്ന് പറഞ്ഞാൽ സുബഹിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് ഒരു മടുപ്പായിട്ടോ മുഷിപ്പായിട്ടോ തോന്നുകയല്ല വേണ്ടത്. ഇത് നഷ്ടപ്പെട്ടാൽ, ഇത് ഇല്ലാതെ പോയാൽ അതിൽ സങ്കടപ്പെടുന്ന മനസ്സ് നമുക്കുണ്ടാവണം. അപ്പോഴേ നമ്മൾ തഖ്വയുള്ളവരാകുള്ളൂ, അപ്പോഴേ നമ്മൾ ഖുർആനെ സ്നേഹിക്കുന്നവരാകുള്ളൂ, അപ്പോഴേ നമ്മൾ അള്ളാഹിനെ സ്നേഹിക്കുന്നവരാകുള്ളൂ. അള്ളാഹിനെ സ്നേഹിച്ചാൽ അള്ളാഹ് നമ്മളെ സ്നേഹിക്കും. അത് ആ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പോൾ ഇതൊരുപാട് ഞാൻ പറയുന്നില്ല. ഈ മലക്കുകളുടെ സഹായം ഏത് വിധത്തിലായിരുന്നു എന്ന വിഷയത്തിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ ചില അഭിപ്രായ ഭേദങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് പറയുമ്പോൾ പറയാം. ഇവിടെ ഇത് യൂഹി റബ്ബുക ഇലൽ മലായിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ ഉണ്ടല്ലോ ബദറിലെ സഹായത്തിന് വേണ്ടിയിട്ട്, വളരെ മനം നൊന്തുള്ള ദുആ ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ളത്. നമ്മൾ അത് 9-ാമത്തെ ആയത്തിൽ പറഞ്ഞു. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അത് ഈ മുമിദ്ദുക്കും ബി അൽഫി മിനൽ മലായികത്തി മുർദിഫീൻ. ഇവിടെ പറഞ്ഞത്
പിന്നെ മലക്കുകൾക്ക് എന്നിട്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന സ്വീകരിച്ചു അള്ളാഹു. എന്നിട്ട് അള്ളാഹ് പറയുക, ഞാൻ മലക്കുകളോട് പറഞ്ഞിട്ടുണ്ട്, നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്ത്? അന്നീ മഴക്കും, ഞാൻ നിങ്ങളെ കൂടെ മുഅ്മിനീങ്ങളെ കൂടെ ഉണ്ടെന്ന്. അല്ല മലക്കുകളെ കൂടെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് മലക്കുകളെ കൂടെ അള്ളാഹ് അല്ലെങ്കിലും ഉണ്ടല്ലോ. മലക്കുകൾ അള്ളാഹിൻ്റെ മുഖറബീങ്ങളാണല്ലോ. അപ്പോൾ ഇവിടെ അന്നീ മഴക്കും എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന വിവരം ഞാൻ മലക്കുകളോട് വഹയായി നൽകിയിട്ടുണ്ട് എന്നതാണ് ഒരു വ്യാഖ്യാനം. അതല്ല, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് മലക്കുകളോട് ഞാൻ വഹയി നൽകിയിട്ടുണ്ട് എന്നും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, മലക്കുകളോട് പറയും, നിങ്ങൾ ചെയ്യേണ്ടത് ഫ ആയതിനാൽ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നതിനാൽ, അല്ലെങ്കിൽ ഞാൻ വിശ്വാസികളുടെ കൂടെ ഉണ്ട് എന്നതിനാൽ, ഫ സബ്ബിത്തു, ഫ എന്നതാർത്ഥം, ഫ അപ്പോൾ ആയതിനാൽ, സബ്ബിത്തു നിങ്ങൾ തസ്ബീത്ത് നൽകണം. നമ്മൾ തസ്ബീത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, വയുസബ്ബിത്ത ബിഹിൽ അഖ്ദാം, കാലുകളെ ഉറപ്പിച്ച് നിർത്താന്ന് കഴിഞ്ഞ സൂക്തത്ത് സബ്ബത്ത തസ്ബീത്ത്. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, നമ്മൾ ഖബറിൽ ഇങ്ങനെ ചോദിക്കണ ചോദ്യം ദുആ ചെയ്യണം, അതാണ് വാക്ക് ഫസബ്ബിത്ത്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പിച്ച് നിർത്തണം. അല്ലദീന ആമനു, വിശ്വസിച്ചവരെ. മലക്കുകളോട് പറയാണ്, മുഅ്മിനീങ്ങൾക്കൊരു ആത്മവിശ്വാസം. അല്ലാഹു തആല അവൻ്റെ കാര്യം മലക്കുകളിലൂടെയാണ് നടപ്പാക്കുക. ഓരോ മനുഷ്യനിലും മലക്കും ഉണ്ട്, പിശാചും ഉണ്ട്. പിശാച് എന്തിനാ പറയുക? പിശാചിനെ നമ്മൾ കാണൂലല്ലോ. ഓരോ ദുർബോധനങ്ങൾ. ഇപ്പോൾ യുദ്ധത്തിന് പോയാലേ നിങ്ങളെ കയ്യിൽ ആയുധം കമ്മിയാണ്. 2 കുതിരകളാകുള്ളത്. ആർക്ക്? ഈ 313 ആൾ. 313 മുതൽ 317 വരെ ചർച്ചകളുണ്ട് എണ്ണത്തിൽ. 313 ഏറെ അറിയപ്പെട്ടത്, അല്ലെങ്കിൽ 314, 15 17 പറഞ്ഞിട്ടുള്ളവരുണ്ട്. 2 കുതിരകളാണുള്ളത്. ആകെ 70 ഒട്ടകങ്ങളാണുള്ളത്. ഇങ്ങനെ വാളും ആയുധമൊക്കെ കുറേ. യുദ്ധത്തിനുള്ള ഇറങ്ങുമ്പോൾ ആയുധം വേണ്ട. അന്നത്തെ കാലത്തുള്ള ആയുധം എന്താണോ അത് വേണ്ടേ? ഒക്കെ കമ്മിയാണ്. പടയങ്കികൾ കമ്മിയാണ്, ആയുധങ്ങൾ. അപ്പോൾ ഇങ്ങനെ മലക്കുകൾ നിങ്ങളോല ഉറപ്പ് ഇതൊക്കെ ഉണ്ടെങ്കിലും ആത്മവിശ്വാസത്തോടു കൂടി യുദ്ധത്തിൽ പൊരുതാനുള്ള കരുത്ത് അവർക്ക് നൽകിക്കൊണ്ട് നിങ്ങളോല കൂടെ ഉണ്ടാവണം. മലക്കുകൾ ഇങ്ങനെ പ്രോത്സാഹനം നൽകുക. പിശാചുക്കൾ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക. നോക്കി പോകണ്ട, പോലെ 1000 ആൾക്കാരുണ്ട്, ധീരന്മാരാണ്, ആയുധങ്ങളുണ്ട്, നിങ്ങൾക്ക് ആകെ എന്താണുള്ളത്? 2 കുതിര. പിന്നെ ബാക്കിയൊക്കെ നടന്നു കാണ്ടാണ് വരുന്നത്. 70 ഒട്ടകത്തിൻ്റെ പുറത്ത് എത്ര ആൾക്ക് കയറാൻ പറ്റും? 300 ചില്ലാനും ആളുണ്ട്. പിന്നെ സാധനങ്ങളും വഹിക്കണ്ടേ? തണ്ടടിക്കാനുള്ള സാധനങ്ങളുണ്ടാകും, ഭക്ഷണ പദാർത്ഥങ്ങളുണ്ടാകും, വെള്ളം ഉണ്ടാകും. അപ്പോൾ അതാണ് ഫസബ്ബിത്തു, നിങ്ങൾ അവർക്ക് ഓരോ മനുഷ്യനിലും ഉണ്ട് കേട്ടോ. ഒരു മലക്കും ഉണ്ടാവും, ഒരു പിശാചും ഉണ്ടാവും. പിശാച് എന്ത് പറയും? ചെയ്ത് നോക്ക്, പോയി നോക്ക്, നുണ പറഞ്ഞു നോക്ക്. അമിതമായി നമ്മളുടെ നന്മയിൽ നിന്ന് നയിക്കാൻ അമിതമായി നമ്മളെ പ്രേരിപ്പിക്കും. മലക്കുകൾ നമ്മളെന്ത് പറയും? ചെയ്യണ്ട. മനസ്സാക്ഷിയെ സഹായിക്കുക. അപ്പം അങ്ങനെ ഫസബ്ബിത്തുല്ലദീന ആമനു, നിങ്ങൾ വിശ്വാസികളെ സ്ഥിരീകരിച്ച് നിർത്തുക, അവർക്ക് സ്ഥൈര്യം നൽകുക. സഉൽഖി ഫീ ഖുലൂബില്ലദീന കഫറു റുഅബ. അപ്പം മലക്കുകളുടെ സഹായം ഇതാണ്, അവർ തസ്ബീത്ത് നൽകി നിർത്തുക. ബാക്കിയുള്ള കാര്യം വിശ്വാസികളോട് അല്ലാഹ് പറഞ്ഞതാണെന്നാണ് മലക്കുകൾ നേരിട്ട് ആയുധമേന്തി പടപൊരുതിയിട്ടില്ല എന്ന് വാദിക്കുന്നവർ പറയുന്നത്. ബാക്കിയുള്ളത് വിശ്വാസികളോട് പറഞ്ഞതാണെന്ന്. ഇതിലേതാണ് ശരി? മലക്കുകളുടെ സഹായം അല്ലാഹ് നൽകി. മലക്കുകൾ ഇറങ്ങി 5000-ഓളം മലക്കുകൾ എന്ന് സൂറത്ത് ആൽ ഇംറാനിൽ പറയുന്നു. 5000-ഓളം മലക്കുകൾ ആയുധവുമേന്തി പൊരുതിയോ? 1000 ആൾക്കാരാണ് ശത്രുക്കളുള്ളത്, 5000 മലക്കുകൾ ആയുധമേന്തി പൊരുതി. ഒരു മലക്ക്, അങ്ങനെയൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ആൾക്കാർ, മലക്കുകൾ ആയുധമേന്തി പൊരുതിയിട്ടില്ല. മലക്കുകൾ വിശ്വാസികളെ ഉറപ്പിച്ച് നിർത്തുകയായിരുന്നു, പിന്തിരിഞ്ഞ് പായാതെ മുന്നോട്ട് തന്നെ കുതിക്കുവാനുള്ള ആത്മവിശ്വാസം നൽകുകയായിരുന്നു എന്നൊരു വിഭാഗം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. മറ്റൊരു വിഭാഗം പറഞ്ഞിട്ടുള്ളത് ഈ സൂക്തം മുഴുവനും മലക്കുകളെ സംബന്ധിച്ചുള്ളതാണ്. അല്ലാഹ് അങ്ങനെ പറഞ്ഞു. വിശ്വസിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. രണ്ടും ഒരുപോലെ ന്യായയുക്തമാണ്. അങ്ങനെ ഒരു വശം കൂടി അതിനുണ്ട് എന്ന് ഞാൻ പറയുമായിരുന്നു. ഉൽക്കി, ഞാൻ ഇടുന്നുണ്ട്. അൽക്കാറിനെ ഇട്ടു എന്നൊരു സാധനം റിനീനാണ്. അൽക്കാ, യുൽക്കി, ഇൽക്കാ. സാറിന് പിന്നെ യുദ്ധം തുടങ്ങുമ്പോൾ ഉൽക്കി, ഞാൻ നിക്ഷേപിക്കും, ഞാൻ ഇടും. ഫീ ഖുലൂബില്ലദീന കഫറു, കാഫറുകളുടെ മനസ്സിൽ റുഅബ, പേടി. കാഫറുകളുടെ മനസ്സിൽ അല്ലെങ്കിൽ തന്നെ പേടി തുടങ്ങിയിരിക്കണ്. എപ്പോൾ? രാത്രി. യുദ്ധ രാവിലെയാണ് നടക്കുന്നത്. രാത്രി തന്നെ പേടിയുണ്ട്. കാരണം മഴ പെയ്തു, ആകെ ചളിവിളി. മുസ്ലിമീങ്ങളുടെ ധൈര്യവും ആത്മവിശ്വാസവും
അവർ സമാധാനത്തോടു കൂടി മയങ്ങുന്നതും അവരുടെ ആ യുദ്ധം ചെയ്യുവാനുള്ള ആവേശമൊക്കെ കൂടി കണ്ടപ്പോൾ തന്നെ ഇതിങ്ങനെ നോക്കി കാണുമല്ലോ, ശത്രുക്കൾ പേടിച്ചു പോയിട്ട്. ഇതൊക്കെ അള്ളാഹ് ഉണ്ടാക്കിയതാണ്, അല്ലാതെ മുസ്ലിമീങ്ങളുടെ എണ്ണപ്പെരുപ്പം കൊണ്ട് ആയുധബലം കൊണ്ടൊന്നും ഉണ്ടാവണതല്ല. അതാണ് സൗൽഖി, ഞാനിടും ഫീ ഖുലൂബില്ലദീന കഫറു, കാഫറുകളുടെ മനസ്സിൽ റുഅബ്, റുഅബ് പറഞ്ഞാൽ പേടി റുഅബ്. ഫദ്രിബു ഫൗഖൽ അഅ്നാഖി, അതുകൊണ്ട് കഴുത്തുകൾക്ക് മീതെ വെട്ടുക, അങ്ങനെ തല മുറിച്ചേക്ക്. യുദ്ധം ചെയ്താൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? യുദ്ധം ഉണ്ടാകുമ്പോൾ ബോംബിട്ടേക്ക് പറഞ്ഞാൽ നശിപ്പിക്കണം തന്നെയാണ്, കൊല്ലണം തന്നെയാണ്. ശത്രുഭടന്മാർ മുസ്ലിമീങ്ങളെ കൊല്ലാൻ വന്നവരാണ്, ഇങ്ങോട്ട് കൊല്ലണീന് മുമ്പ് അങ്ങോട്ട് കൊല്ലണം. അങ്ങനെ തന്നെ അല്ലേ? നമ്മളെ ഒരുത്തൻ കൊല്ലാൻ വന്നാൽ തിരിച്ചു ആക്രമിക്കണം, ചിലപ്പം കൊല്ലപ്പെടേണ്ടവനാണെങ്കിൽ കൊല്ലപ്പെടണം. അതിന് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി, സ്വന്തം അഭിമാനം രക്ഷിക്കാൻ വേണ്ടി, സ്വന്തം മുതൽ രക്ഷിക്കാൻ വേണ്ടി കൊല നടത്തിയാൽ അത് ഇസ്ലാമിക നിയമപ്രകാരം കുറ്റകരമല്ലല്ലോ. ആരെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നിട്ടാണ്. ഇത് അവിടുത്തെ അത് തന്നെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഫദ്രിബു ഫൗഖൽ അഅ്നാഖി എന്നുള്ള കൽപ്പന ആരോടാണ്? അത് മലക്കുകൾ അസായുധമായി പോരാടിയിട്ടില്ല എന്ന് പറയുന്നവർ പറയുന്നു അത് വിശ്വാസികളോട് പറഞ്ഞതാണ്. മലക്കുകളോടുള്ള കൽപ്പന ഫസബ്ബിത്തുല്ലദീന ആമനു എന്നുള്ളത് കൊണ്ട് അവസാനിച്ചു, ബാക്കി വിശ്വാസികളോടാണ് എന്നാണ് മലക്കുകൾ ആയുധം ധരിച്ച് പോരാടിയിട്ടില്ല എന്ന് പറയുന്നവർ പറയുന്നത്. അല്ല, മലക്കുകൾ ആയുധധാരി അടർക്കളത്തിലുണ്ടായിരുന്നു, അവർ യുദ്ധം ചെയ്തു എന്ന് പറയുന്നവരുടെ വാദമനുസരിച്ച് ഈ സൂക്തം മുഴുവനും മലക്കുകളുമായി ബന്ധപ്പെട്ടതാണ് എന്നതാണ്. ഫദ്രിബു ഫൗഖൽ അഅ്നാഖി, ഉനുക്ക് എന്ന കഴുത്ത് എന്നാണ്, ഫൗഖറിന മീത, ഉനുക്കിൻ്റെ ബഹുവചനമാണ് അഅ്നാഖ്. തല വെട്ടിമുറിക്കണം എന്നാണ്, യുദ്ധം ചെയ്യാമെന്നാൽ കൊല്ലണം എന്നാണ് അതിൻ്റെ അർത്ഥം. അത് അങ്ങനെയാണല്ലോ, യുദ്ധ സന്ദർഭത്തിൽ അതിൻ്റെ കാഠിന്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ കഴുത്ത് വെട്ടണം എന്ന് പറയുന്നത്. അത് കൊല്ലണം എന്ന് പറഞ്ഞാൽ അതിൽ തന്നെയാണത്, വിഷയതാണ്. പക്ഷെ ആ സന്ദർഭം അങ്ങനെ ആയതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. വദ്രിബു മിൻഹും, അവരിൽ നിന്ന് നിങ്ങൾ വെട്ടണം. ലറബനെ വെട്ടി, അടിച്ചു, പറഞ്ഞു, വിശദീകരിച്ചു എന്നൊക്കെ അതിനർത്ഥമുണ്ട്, ഒരുപാട് അർത്ഥമുണ്ട് ലറബക്ക്. കുല്ല ബനാന എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ബനാൻ. ബനാനത്തുന്ന് പറഞ്ഞാൽ വിരലാണ്. വിരൽ വെട്ടുക പറഞ്ഞാൽ അവൻ്റെ ശക്തി, വിരൽ വെട്ടുക എന്ന് പറഞ്ഞാൽ വിരലുണ്ടെങ്കിലേ കൈകൊണ്ട് പിടിക്കാൻ പറ്റുള്ളൂ. വിരൽ പറഞ്ഞാൽ ചില്ലറയൊന്നുമല്ല, ഇത് ഇത്ര പോകുന്ന ഒരു സാധനം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എത്രയോ കഠിനമായ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം ഏറ്റവും സൂക്ഷ്മമായ പ്രവർത്തനങ്ങളും, ഏതൊരു സൂചിക്ക് നോല് പോക്കുക അല്ലേ, ഒരു മുടിയിഴ പോലും പിടിക്കാൻ കഴിയുക, മുടികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരിഴ മാറ്റിയെടുക്കാൻ കഴിയുക, ഒക്കെ എത്ര കടുത്ത പ്രവർത്തനങ്ങൾ, എത്ര ലോലമായ പ്രവർത്തനങ്ങൾ, എത്ര കഠിനതരമായ, ഇതൊക്കെ അത്ഭുതകരമാണ്. വിരലിൻ്റെ കഴിവുകൾ, അതൊരു വിരലില്ലാതായി വെക്കണം, ഒരു വിരലില്ലാതായി വെക്കണം. അപ്പോൾ കുല്ല ബനാൻ എന്ന് പറഞ്ഞാൽ അവരുടെ വിരൽ മുറിച്ചേക്ക് പറഞ്ഞാൽ ശക്തി, കൈ വെട്ടിക്കോളൂ എന്ന് അതിനർത്ഥമാക്കാം. അപ്പോൾ അത്തരത്തിൽ അള്ളാഹു മലക്കുകളെ അയച്ചുകൊണ്ട് വിശ്വാസികളെ സഹായിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമുക്ക് രണ്ട് ന്യായങ്ങളും തള്ളിക്കളയാൻ പറ്റില്ല. മലക്കുകളെ അയച്ച് യുദ്ധം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് തെളിവ് കിട്ടും. എന്നാൽ അപ്പുറത്ത് പറയുന്ന വിശദീകരണം തള്ളിക്കളയാൻ പറ്റുന്ന വിധത്തിലല്ല. അവരും അവരുടേതായ ന്യായങ്ങൾ പറയുന്നുണ്ട്. ഹദീസിലും വന്നിട്ടുണ്ട് മലക്കുകൾ ഇറങ്ങി യുദ്ധം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹദീസിൻ്റെ സനദുകളൊന്നും ശരിയല്ലെന്ന് പറയുന്നു. അല്ലാഹു അഅലം. ഞാനത് പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ, അങ്ങനെ വ്യാഖ്യാനമുണ്ട്. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ നിർത്തുക. ഇത് യുഹി റബ്ബുക ഇലൽ മലായിക്കത്തി, മലക്കുകളിലേക്ക് അള്ളാഹു വഹയ ദിവ്യബോധനം നൽകിയ സന്ദർഭം. അന്നീ മഅക്കും, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഫസബ്ബിത്തുല്ലദീന ആമനു, അതിനാൽ നിങ്ങൾ വിശ്വാസികളെ സ്ഥിരപ്പെടുത്തി നിർത്തുക. സഉൽഖി ഫീ ഖുലൂബില്ലദീന കഫറു റുഅബ, കാഫറുകളുടെ മനസ്സിൽ നാം ഭീതി നിക്ഷേപിക്കുന്നുണ്ട്, ഭയം ഉണ്ടാക്കുന്നുണ്ട്. ഫദ്രിബു ഫൗഖൽ അഅ്നാഖി, അതുകൊണ്ട് കഴുത്തുകൾക്ക് മീതെ വെട്ടുക. വദ്രിബു മിൻഹും കുല്ല ബനാൻ, അവരുടെ എല്ലാ വിരലുകളും വെട്ടുക, അല്ലെങ്കിൽ എല്ലാ സന്ധികൾ തോറും വെട്ടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അള്ളാഹു ഉദ്ദേശിച്ചതെന്തോ അത് മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ വസിദ്നാ ഇൽമാ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി.